We will now move on to the official inauguration ceremony of the CME conducted by API Kochi. May I invite Dr. Gilles George, organizing chairman, to come on to the stage and address the gathering. ബഹുമാനപ്പെട്ട കോളേജ് പ്രൊഫസേഴ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഡെലിഗേറ്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് കൊച്ചിൻ API ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 10,000-ഓളം ഡെലിഗേറ്റ്സിനെ പങ്കെടുപ്പിച്ചു ഓൾ ഇന്ത്യ API കോൺഫറൻസ് നടത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് കൊച്ചിൻ API ഇതുപോലൊരു സംരംഭത്തിന് മുതിരുന്നത്. അതും കേരളത്തിൽ ആദ്യമായി ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ CME സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അല്പം ഭയാശങ്കകളുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ സ്പോൺസർഷിപ്പും ഇല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇത്രയധികം ആളുകൾ, ഇത്രയധികം ഡോക്ടേഴ്സ് ഈ CME പങ്കെടുത്തു എന്നുള്ളത് അടുത്ത വർഷവും മൺസൂൺ സമയത്ത് മൺസൂൺ CME എന്ന പേരിൽ തന്നെ ഒരു പുതിയൊരു തീമുമായി ഞങ്ങൾ വീണ്ടും ഒരു CME നടത്തുവാൻ തീരുമാനിച്ച വിവരം ഞങ്ങൾ സന്തോഷ സമേതം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് ബാൽക്കണിയിൽ നിറഞ്ഞ് ഒരു ഗ്യാതറിംഗ് ഉണ്ടായത് ഞങ്ങൾ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത വർഷവും രജിസ്ട്രേഷൻ ഫീ ഇല്ലാതെ നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ഈ CME നടത്തുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും നിങ്ങളുടെ മഹനീയ സാന്നിധ്യവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ CME ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രൊഫസറായ, നമ്മുടെ എല്ലാം ആരാധനായ പ്രൊഫസർ VP പൈലി സാർ അവറുകളാണ്. നമുക്കറിയാം, സാറ് ഈ എറണാകുളം സ്വദേശിയാണ്. പറവം എന്ന ഗ്രാമത്തിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങി 1968 MBBS, അതിനുശേഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിയിൽ MD നേടി അദ്ദേഹം കേരളത്തിൽ മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. തുടർന്ന് കൂടുതൽ പരിശീലനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോവുകയും അവിടെ നിന്ന് MRCOG FRCOG നേടിയ ശേഷം again he joined in Western General Hospital, Edinburgh, with a special interest in urogynecology, high-risk pregnancies, endoscopy and infertility. തുടർന്ന് വിദഗ്ധ പരിശീലനത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും പലരും ചെയ്യാത്ത കാര്യമാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അക്കാലത്ത് തിരിച്ചു വരിക എന്നുള്ളത്. അദ്ദേഹം തിരിച്ചെത്തി കേരളത്തിലെ മെഡിക്കൽ കോളേജ് സർവീസിൽ ജോയിൻ ചെയ്തു. വിവിധ മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്നീ നിലകളിൽ ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം സുദീർഘമായ സേവനത്തിന് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിക്കുകയാണ്. നമുക്കറിയാം, സാറ് കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷമാണ് കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയിൽ ആദ്യ പ്രസിഡന്റും തുടർന്ന് ദീർഘകാലം ആ സംഘടനയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നയിക്കുകയും ചെയ്തു. അദ്ദേഹം അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്ന ഒരു കാലത്ത് അത് കുറയ്ക്കുവാനുള്ള സജഷൻസ് ചോദിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് സാറിന് അതിന്റെ കമ്മിറ്റിയുടെ കൺവീനറായി. അക്കാലത്ത് സാറ് ചെയ്ത സേവനത്തിന്റെ ആ കമ്മിറ്റി ഏകദേശം 20 വർഷത്തോളം സാർ ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏതൊരു വെസ്റ്റേൺ രാജ്യത്തെയും ഇടപിടിക്കുന്ന രീതിയിൽ താഴത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഈ API മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടർമാരുടെയും പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം രചിച്ച ഒരു പുസ്തകമുണ്ട്, വൈ മദേഴ്സ് ഡൈ. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇപ്പോൾ അതിന്റെ 4th എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള പുസ്തകവും അദ്ദേഹം തന്നെ രചിച്ച പുസ്തകം.
ഇതുകൂടാതെ നിരവധി പ്രബന്ധങ്ങളുണ്ട്, ഒരുപാട് ഇന്നോവേറ്റീവ് ഇൻവെൻഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പേറ്റൻസ് ഉള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. എനിക്ക് അതിൽ അറിയാവുന്ന ഒരു ഉപകരണത്തിന്റെ പേര് പൈലീസ് ക്ലാമ്പ്. എല്ലാ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റും ഉപയോഗിക്കുന്നു. നമ്മളും മെഡിസിനിലെ ചില പ്രയോഗത്തിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കാറുണ്ട്, ചില പ്രൊസീജിയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഒരു ക്ലാമ്പ് എനിക്കറിയാം. അപ്പോ ഇങ്ങനെ സമൂഹത്തില് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും സുദീർഘമായ സേവനം ചെയ്തിട്ടുള്ള പൈലി സാറിന്റെ സേവനങ്ങളെ പരിഗണിച്ച് 1925, അതായത് ഈ വർഷത്തെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നൽകി കേരള സംസ്ഥാനം അദ്ദേഹത്തെ ആദരിച്ചു. ബഹുമാനപ്പെട്ട പൈലി സാറിന് ഞങ്ങളും ഈ അവസരത്തിൽ എല്ലാവിധ ആദരവുകളും അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു അവാർഡുണ്ട്, മെഡൽ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസസ് ഇൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്. അത് റോയൽ കോളേജ് ഓഫ് ഒബ്സ്റ്ററ്റിഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ കോളേജ് കൊടുക്കുന്ന അവാർഡാണ്. വളരെ പ്രസ്റ്റീജിയസ് അവാർഡാണ്. 4 വർഷത്തിൽ ഒരിക്കൽ അവർ ഓൾ വേൾഡിൽ നിന്ന്, ലോകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. 2026 ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൈലി സാറിനെയാണ്. പൈലി സാറിന് വീണ്ടും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോ ഞാൻ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം 1968 തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗൈനക്കോളജി ഇന്നിങ്സ് 57 വർഷം ക്രീസിൽ നിന്ന് സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ തിയേറ്ററിൽ കയറി ഓപ്പറേറ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. 82ാമത്തെ വയസ്സിലും സച്ചിൻ തെണ്ടുൽക്കറിനേക്കാൾ ആരോഗ്യവാനായി അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് തുടരുന്നു. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഉദ്ഘാടനത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കും. സാറിന് ബൊക്കെ നൽകി ഈ ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്തിന് ശ്രീനിവാസ കമ്മത്തിനെ ക്ഷണിക്കുന്നു. സച്ചിദാനന്ദ കമ്മത്ത് APIയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അതുകൊണ്ട് സാറിനെ പൊന്നാട ചാർത്തി ആദരിക്കുന്നതിന് വേണ്ടി IMAയുടെ മുൻ പ്രസിഡന്റും സീനിയർ ഫിസിഷ്യനുമായ ശ്രീ സണ്ണി ഓലത്തേൽ അവരുകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൈലി സാറിനെ നിലവിളക്ക് കൊടുത്ത് ഈ സമ്മേളനം കേരള സംസ്കാരം പ്രകാരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കും. Thank you, sir. I also call upon Dr. Radha TR, President of API Kerala Chapter, Dr. Prasanna Kumar, API Chairman, Dr. Sumesh, Organizing Secretary, Dr. Soni Joseph, President-elect, and Dr. Paul P. Noble, Treasurer, onto the stage. ബഹുമാനപ്പെട്ട പൈലി സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കും. Dear friends, office bearers of API Cochin branch, it's indeed a great honor to be asked to come and inaugurate this overwhelming function with attendance beyond expectation. That is what was said. But it's not surprising to me. When Sunny told me about the program and when I saw the program itself, it was very clear that it will attract
quite a large number of practicing obstetricians as well as physicians of our area. I do admit that physicians as such, just like general obstetrics, is a shrinking population, isn't it? Everybody is going to super specialization. But I don't know why there are not many people taking up one specialty, which I think hasn't had much roots in India. There's a super specialty called obstetric medicine. There's actually an organization in India, which headquarters in Hyderabad, started about, I think, 7-8 years ago, but not many physicians taking it up. So those who are, I don't see many youngsters here, but those who are planning to specialize, there's a specialty like that waiting to be filled and to be spread further. We are always indebted to physician colleagues because you are the ones who come to our rescue. And in the program that is curated and presented here today, we can see the diversity of the need for support for the obstetricians. Medical emergencies in pregnancy is an occasion where we all start to shiver. And we look forward to the help that will come from our colleagues on the medical side. And that is exactly what is being addressed today in this meeting. And when I saw the program, all the topics selected are so relevant, and I am sure it will serve the purpose for which the colleagues led by, I don't know exactly who decided, but I know Sunny's involvement, curated this program and made it possible today. I can only say thank you very much for asking me to come over and be a part of this. And I hope that this will turn out to be a very useful program. And all the best. And with your permission, let me officially inaugurate this meeting on medical emergencies in obstetrics. Thank you very much. Thank you, sir, for gracing the ceremony with your presence. It was like having a rendezvous with excellence.